ഇങ്ങനെയാണ് കാപ്പി ഉണ്ടാക്കുക. ഒരു കാപ്പി കർഷകൻ രക്ഷപ്പെടണമെങ്കിൽ ഇതേപോലെയാണ് കാപ്പി ഉണ്ടാക്കുക. ഇത് ഭംഗിയായിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 1.5 കിൻഡൽ കാപ്പി എനിക്ക് കിട്ടി. 2ാം വർഷമായിട്ടുള്ളൂ. ഒരു വർഷം 1.5 കിൻഡൽ കാപ്പി കിട്ടി. തെല്ല് മറിക്കണമൊന്നുമല്ല, ഇതൊക്കെ കറക്റ്റായിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇതൊക്കെ ഈ നോക്കുന്ന ആൾക്കാർക്കായിട്ട് പറഞ്ഞു, നോക്കാതെ ഇത് ബെഡ് ചെയ്തിട്ട് ഞാൻ പോകും, ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ചിലവരത് ചെയ്യില്ലാത്ത. പക്ഷെ കർഷകർക്ക് നമ്മൾ പോയി പറയുമ്പോൾ അതുപോലെ ചെയ്യണം. അതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും, ഞാൻ ആ ഭാഗം തിരിഞ്ഞു പോകും. ടെക് ഓഫ് ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാപ്പി കൃഷിനെ കുറിച്ചിട്ടാണ്. നമ്മൾ വയനാട് ജില്ലയിൽ കുറേ സ്ഥലങ്ങളിൽ കാപ്പി ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു കർഷകനെ പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലെ വളരെ പഴക്കം ചെന്ന കാപ്പി ചെടിയിലാണ് നമ്മൾ ഈ ഗ്രാഫ്റ്റിംഗ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കാപ്പി കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളും നമ്മൾ ഓരോ കർഷകനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു തോട്ടം ഈ ഒരു രീതിയിലേക്ക് മാറ്റിയത്. 2 വർഷം കൊണ്ടാണ് തീരെ വിളവില്ലാത്ത ഈ ഒരു കാപ്പിത്തോട്ടത്തിൽ നമുക്ക് ഇത്രയധികം വിളവ് കൊണ്ടുവരാൻ സാധിച്ചത്. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോ കണ്ട് തിരിച്ചു വരാം. എൻ്റെ പേര് കുട്ടച്ചൻ, ഞാൻ പയ്യമ്പള്ളി. ഞാൻ പുതിയതായിട്ട് കാപ്പി ബെഡ് ചെയ്തതാണ്. അത്യാവശ്യം എനിക്ക് നല്ലൊരു ഇത് കിട്ടുന്ന 2 വർഷമായാണ്. മോമാലിയാണ് ഇവിടെ വന്ന് ഇതെല്ലാം ചെയ്ത് എനിക്ക് പറഞ്ഞു തന്നതും ബാക്കിയുള്ളത് ചെയ്യുന്നതും ഇപ്പം ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങി. നമ്മൾ പോയി പറയുമ്പോൾ അതുപോലെ ചെയ്യണം. അതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും, ഞാൻ ആ ഭാഗം തിരിഞ്ഞു പോകും. എൻ്റെ വ്യക്തിത്വം അതാണ്. ഞാനൊരു കർഷകനാണ്, ഒന്നുമില്ലായ്മ വന്ന കർഷകനാണ്. ഞാൻ കണ്ടെത്തിയ ഇനങ്ങളാണ്. ഇതുപോലൊരു കാപ്പി നിങ്ങൾക്ക് കാണാമെങ്കിൽ വേറെ എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റി കാണിച്ചു തരാം. വീട്ടിലൊക്കെ 40 വർഷമായ കാപ്പികളുണ്ട്. അതിൽ നിന്ന് നമുക്ക് ആ 10 കിലോ വരെ നമുക്ക് കിട്ടുന്നില്ല. വർഷ കാപ്പി ഇത് ചേട്ടാ ഞാൻ പറഞ്ഞ കാപ്പി ഉണ്ടാവില്ല. അതുകൊണ്ടാവും. ഇതല്ലേ ഇതൊക്കെ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഇതിപ്പോ എത്ര ഉണ്ടാവും? ഇതിപ്പോ ചെയ്ത് കഴിഞ്ഞിട്ട് 2 വർഷം. നമ്മളിപ്പോൾ കാണിക്കുന്ന ഈ നമ്മൾ ബെഡ് ചെയ്ത ഒരു തോട്ടാണ്. അപ്പോൾ പഴയ കാപ്പി ഇത് സത്യത്തിൽ നിങ്ങളിത് മുറിച്ചിട്ട് കളഞ്ഞിട്ട് തൈ വെക്കാനുള്ള പ്ലാനെങ്കിലല്ലേ? അതിനു വേണ്ടിയായിരുന്നു. അപ്പോൾ എന്നെ വേറെ സ്ഥലത്തേക്കായിരുന്നു ഗ്രാഫ്റ്റിന് കൊണ്ടുവന്നത്. അപ്പോഴാണ് ചേട്ടായിക്ക് ചെയ്തോളാൻ ഞാൻ നിർബന്ധിച്ചിട്ട് അന്ന് പറഞ്ഞു, ചേട്ടായി ചെയ്തു വെക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ചേട്ടായി. ഇപ്പോൾ കാപ്പി കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇത് ഇങ്ങനെ രാവിലെ കാപ്പി എന്നും രാവിലെ വരുമ്പോൾ ഇതൊന്ന് കാണുമ്പോൾ തന്നെയാണ് നമുക്കൊരു സമാധാനം കിട്ടുന്നത്. പിന്നെ ചേട്ടായിക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ 100% എത്താൻ പറ്റിയില്ല. ഒരു 80% ചേട്ടായി എത്തിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ രീതിയിൽ ആക്കി വരാൻ. ഇതുവരെ ഉള്ളതില് നല്ല ഇനിയിപ്പോൾ ഇത് ഒരു 2 വർഷം കൊണ്ട് ഈ തോട്ടം ചിലപ്പോൾ ഇതിൽ നടക്കാൻ പറ്റാത്ത രീതിയിൽ ചേട്ടായി ശ്രമിക്കുകയാണെങ്കിലാവും. കവാത്തിന്റെ ഇതില്ല. മുകളില് പിന്നെ ഇത് തുമ്പ് കട്ട് ചെയ്ത് കൊടുക്കും അല്ലേ? അപ്പൊ ഇങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് ഈ സൈഡ് കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് ഈ ഒരു ബ്രാഞ്ചസ് തന്നെ 3-4 ബ്രാഞ്ചസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴേ ഇരങ്ങൾ വന്നാലാണ് നമുക്ക് ഇതിന് ആരോഗ്യം ഉണ്ടാവുള്ളൂ. ഇത് ഇങ്ങോട്ട് 1 മീറ്റർ കഴിഞ്ഞാൽ പിന്നെയും കട്ട് ചെയ്യണം. ഇത് 1 മീറ്റർ കൂടുതലായി. ആ മോഡൽ അങ്ങോട്ട് കൂടി ചെരിച്ച് കൊണ്ടുവന്നാൽ നമുക്കൊരു തുറുല്ലേ, പുൽത്തുറു, അതുപോലെ ഉണ്ടാവും. കാപ്പി നമ്മൾ പറയുന്നത് 4-ാം വർഷം ഒരു സ്റ്റെമ്പ് നമ്മൾ ചെയ്യുന്നത് 45 കിലോനാണ്. ഒരു സ്റ്റെമ്പിൽ 3 സ്റ്റെമ്പാണ് ചെയ്യുന്നത്. അപ്പോൾ 1 കിൻഡൽ കാപ്പി വാങ്ങും. അപ്പോൾ കർഷകനിത് ഓടിപ്പാഞ്ഞിട്ട് നിങ്ങളിപ്പോൾ എല്ലാവരും തൈയിൻ്റെ കാര്യം പറയും. ഈ തൈ കൊണ്ട് വെക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ പറയുക? 100 തൈ കൊണ്ടുവന്നാൽ 100 കുളത്തിലേക്ക്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ചെയ്തു കൊടുത്ത് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിന് സെലക്ട് ചെയ്തിട്ട് ഒരു ലൈനിൽ കംപ്ലീറ്റ് ഒരു ലൈനാക്കുക. എന്നിട്ട് അതിനൊരു പേരിട്ട് വെച്ചാൽ നടവയിൽ കുറേ ആളുകൾക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാം കൊണ്ട് കൊടുകത്തെ കാപ്പി വെച്ചിരിക്കുകയാണ്. ആ കുള്ളൻ റോബസ്റ്റല്ലേ. പക്ഷെ പറ്റ അവതായി 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക്. എന്നിട്ട് അതിലൊക്കെ നമ്മളെ കാപ്പി ചെയ്തു. ഞാനിപ്പോൾ നമ്മുടെ നാടൻ തൈയില്ലേ, അത് ചേട്ടായി ഞാൻ പറയുന്നത് തരാം. നിങ്ങളെ പറമ്പിൽ തന്നെ തൈ ഉണ്ടാവും, കൊത്തിയെടുത്ത് വെക്കുക. ഇങ്ങനത്തെ ഒന്നരാണ് കുറച്ചാണ് ബെഡ് ചെയ്തിട്ട് അതിൻ്റെ തലഭാഗം എടുത്തിട്ട് കട്ടി അതിൽ വെച്ചാൽ ഇല്ല. എന്തിനാ വെറുതെ? ഇപ്പം നമ്മൾ കുരുമുളക് വള്ളി കൊടുക്കുന്ന ഒരു വള്ളി ഒരാൾക്ക് കൊടുക്കുക.
പക്ഷേ 500 റുപ്യൻ്റെ വില മുകളിൽ വില വരും. ഇത്ര വലിപ്പം ഉണ്ടാവും നമ്മൾ കൊടുക്കുന്ന വണ്ടി. എന്നിട്ട് അതിനെ പഠിപ്പിക്കുകയാണ് നമ്മൾ 1 മാസം കൊണ്ട് 1 മീറ്റർ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത്. ആ 1 മീറ്റർ കട്ട് ചെയ്യുന്നതിൽ പിന്നെ 3 എണ്ണം വരും. അത് അടുത്ത മാസത്തിൽ 3 എണ്ണം ആയില്ലേ. ആ 3 എണ്ണം കട്ട് ചെയ്ത് കൊണ്ടുവെക്കുമ്പോൾ വെച്ച് കൊടുത്ത് നമ്മൾ ലെയർ ചെയ്യിക്കുന്നത്. പിന്നെ എന്തിനാ കർഷകന് ഇത്ര കുറേ വണ്ടികൾ വാങ്ങുന്നതായി ചോദിക്കുന്നു. പിന്നെ ഈ ആവശ്യമില്ലാതെ മരുന്നുകൾ നമ്മൾ അടിച്ചേൽപ്പിക്കുക. ഇതിൻ്റെ കൂടെ അത് ചെയ്ത് ഇതിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിന് 40 ഗ്രാം വളമാണ് നമ്മൾ കൊടുക്കാൻ പറയുന്നത് ശരിക്കും. പക്ഷേ അതിന് എത്ര വർഷം ചെയ്യണം? അല്ല, ഇങ്ങനെയാണ് വളർച്ചാഘട്ടത്തിൽ ഇങ്ങനെ കൂമ്പ് ഫുള്ള് വരികയാണെങ്കിൽ ഏത് പുതുമഴ പെയ്താലും നിങ്ങൾ വളം കൊടുത്തില്ലെങ്കിൽ ഈ മണ്ണിനെ മൈക്രോമീറ്റർ ആക്കുന്നുണ്ട്. എൻ്റെ അറിവിൽ ഒരാൾക്കും pH ലെവലാക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ pH ലെവലാക്കുമ്പോൾ ആദ്യം നിങ്ങൾ പറയും ഇതിൻ്റെ കുറവുണ്ട്, അതിൻ്റെ കുറവുണ്ട്. ആദ്യം അവർ പറയാം കുമ്മായത്തിൻ്റെ കുറവുണ്ടെന്നാണ് പറയുക. ഈ കുമ്മായത്തിൻ്റെ കുറവ് പരിഹരിക്കാമ്പോൾ നമ്മൾ പോകുമ്പോൾ അണുക്കളൊക്കെ ചാവും, എല്ലാ അണുക്കളും ചാവും. അപ്പോൾ ഈ കുമ്മായ ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറയും? ഇതിൻ്റെ വേരുകളും പൊള്ളും. അപ്പോൾ ഒരു മഴ ഇത് കുമ്മായ ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് എന്ത് സംഭവിക്കും? മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ കുമ്മായത്തിൻ്റെ എല്ലാം പോകില്ലേ? അപ്പോൾ നമുക്ക് എന്താ മണ്ണിലുണ്ടാകാം? നമുക്ക് മണ്ണിൽ വരുന്നത് എന്താണ്? പിന്നെ വേസ്റ്റായിട്ട് നമ്മളെ ലവണങ്ങളെല്ലാം പോയി എല്ലാം തിരിയും. പിന്നീട് കൊണ്ടുപോയി പുതിയ വളം കൊടുക്കുക, അതെല്ലാം കയറി വരിക. അപ്പം നമ്മൾ ഇതിനകത്ത് പറയുന്ന മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് കാർബൺ കൊണ്ടുവരിക. കരിയില കുമ്മായത്തിന് പകരം നമ്മൾ പറയുന്നത് കോഴിമുട്ടത്തുണ്ട്. നിങ്ങൾ 1 കിലോ മിക്സിയിൽ അടിച്ചിട്ട് 100 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഓരോ ലിറ്റർ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾ കൊടുക്കുന്ന വളം അത് ആവശ്യത്തിനോളും. ഒരു ചെടി നമ്മളറിവിൽ 50 ഗ്രാമേ വലിക്കുള്ളൂ, കൊടുക്കുന്നത് 250 ഗ്രാം. ഈ 250 ഗ്രാം കൊടുത്താൽ ബാക്കി വേസ്റ്റ് 200 ഗ്രാം. ഈ 200 ഗ്രാം നമ്മൾ മരുന്ന് പഠിച്ചിക്കാൻ ചെയ്താൽ എന്ത് ചെയ്യും? അതിൽ pH-ൻ്റെ ഇത് അങ്ങനെയാണ് ഇങ്ങനെ പറയും വേസ്റ്റാണ്. ഈ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ കെടുവളാണ്. അപ്പോൾ ആവശ്യത്തിന് കൊടുക്കുക, അനാവശ്യത്തിന് കൊടുക്കാതിരിക്കും. 1 മാസം കൊടുക്കുന്നത് 4 തവണ ആയിട്ട് വളർച്ചാക്കടുത്ത് കൊടുത്താൽ നിങ്ങളെ ചെടി ഈ ആഴ്ച എത്ര കണ്ടത് 10 ദിവസം കഴിയുമ്പോൾ എത്രയാവും? ഞാൻ പറയുന്നത് നിങ്ങളിത് ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കുക, എന്നിട്ടത് ചെയ്യുക. ചെയ്തിട്ട് നമ്മൾ ചെയ്ത് നോക്കാത്തവർക്ക് ഇത് പറഞ്ഞിട്ടില്ല ഉണ്ടോ? നോക്കുന്ന ആളുകൾക്ക് അത് പറഞ്ഞിട്ടുള്ളൂ. വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ. 4 ഇരട്ടി വിളവാണ് ഇത് വരിക. 4 ഇരട്ടി വിളവ് നമ്മൾ നോക്കുകയാണെങ്കിൽ. പക്ഷേ സാധാ കാപ്പി നോക്കുമ്പോൾ ഇത് നോക്കിയിട്ട് കാര്യമില്ല, ഇതിന് നോട്ടം വേണം. പിന്നെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് നിൽക്കുന്ന ചെടി ചെയ്ത് കൊടുത്തിട്ട് ഇവർ വെട്ടൂല. അപ്പം നമ്മൾ വളം ആദ്യം പറഞ്ഞു കൊടുക്കും, എന്നോട് ചെയ്യണമെന്ന് പറയുമ്പോൾ അതിലും കായ്ക്കും. നമ്മൾ പറയുന്ന രീതിയിൽ അതിലും കാപ്പി വരും. കാപ്പി വരുമ്പോൾ ഇവരെന്ത് വെട്ടാൻ പേടിയായിരിക്കും. അതാണ് വിഷയം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ത്രെഡാവില്ല. ഇത് ത്രെഡാവണം, ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം. ഇത് കണ്ടില്ലേ? ഇതിപ്പോൾ ഈ കാപ്പിയൊക്കെ കണ്ടോ നിങ്ങൾ? ഇവിടെ ഈ കാപ്പീൻ്റെ ഒക്കെ വ്യത്യാസങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഇനി വെയിറ്റ് നിങ്ങൾ നോക്കി ഞാൻ പറഞ്ഞ കറക്റ്റ് ആയിരിക്കും. 105 കിലോ മതി 54 കിലോ കാപ്പിക്ക് പഴുത്ത്. അത് നമ്മൾ സാധാരണ റോബസ്റ്റ് കാപ്പിക്ക് 120, 115 മുതൽ 120 വരെ. C&R 130 മുതൽ 132 വരെ വരും. അതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇതെന്ത് കാപ്പിയാണ് നിങ്ങളുള്ളത്? ഇത് HRC പെട്ടെന്ന്. HRCയിൽ 4 ഇനം ഉണ്ട്. അതിന് 10 4 ഇനം ഉണ്ട്. വണ്ടർ കാപ്പി ഉണ്ട് ഇതിൽ. താഴെ അവിടെ ഉണ്ട് വണ്ടർ ഉണ്ട്. വണ്ടർ. പക്ഷെ അത് പൊട്ടും. കുരുവല്ല, മരം പൊട്ടും ഇത്തിരി കൂടി കഴിഞ്ഞാൽ. ഇതിൻ്റെ ഓവർ വിളവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് 100 വർഷം വരെ ആയുസുണ്ട്. ഇപ്പം 100 വർഷമായ ചെടിയിൽ ഇത് ചെയ്യാം. എത്ര പൊത്തുള്ളതിൽ നമുക്ക് ചെയ്യാം. പൊത്തുള്ളിൽ ചെയ്യുമ്പോൾ എല്ലാവരും അതിൽ ചെയ്യാൻ മടിക്കും. പൊത്തുണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. അതിൽ കമ്പച്ചീറുണ്ടായാൽ മതി. കമ്പച്ചീറിൽ ഇതിൽ മാത്രമാണ് ഞാനിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ചെയ്ത് ഇപ്പോൾ എൻ്റെ വലിയ കാപ്പിയുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ വീടിൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചേട്ടായി പഠിച്ചു പോയി. ഇപ്പോൾ ചേട്ടായി സ്വന്തം ചെയ്യാണ്. ഇതിലില്ല, ഇതുവരെ ഒരു വളവുമില്ല, ചെടി മിസ്റ്റേക്ക് ഒന്നുമില്ല. ചെയ്ത് ഏതാണ്ട് നമുക്ക് 90% പിടിച്ചു. കാപ്പി കായ്ച്ചു. ഞാൻ പറഞ്ഞ കാപ്പി തന്നെയല്ലേ? ഇത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 1.5 കിൻഡിൽ കാപ്പി എനിക്ക് കിട്ടി. 2ാം വർഷമായിട്ടുള്ളൂ. 1 വർഷം 1.5 കിൻഡിൽ കാപ്പി കിട്ടി. ഒന്നുമില്ലാത്ത തോട്ടത്തിൽ നിന്നാണ് നമ്മൾ ജാസ്തി ചെയ്തിട്ട് ഇത് വേഗം എടുക്കും. എത്ര കിലോ കാപ്പി വരും ചേട്ടായിക്ക്? 40 കിലോ കാപ്പി വരും. ഇത് ഇറങ്ങിയ 40 കിലോ കാപ്പി വരും ഇതിൽ. നിങ്ങൾ പറിച്ച് തൂക്കിക്കോളി. ഉണ്ടോ? ഇനിയിപ്പോൾ ഈ തുടർന്ന് ഒരു ചട്ടി കെട്ടിയിട്ട് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അങ്ങോട്ടും വേണം, ഇങ്ങോട്ടും വേണം. അതെങ്ങനെ വലിച്ചു കെട്ടുന്ന? ഇവിടെ നമ്മളവിടെ ശിവട്ടൻ്റെ അവിടെ കണ്ടില്ലേ? അതേപോലെ തന്നെ ഇങ്ങനെ ചെറിയ ചെരുവ്. അപ്പോൾ ഇങ്ങോട്ട് വന്നോളൂ. കാപ്പിൻ്റെ വെയിറ്റ് ഉണ്ട്. ഇത് കുറച്ചും കൂടി കഴിഞ്ഞാൽ കാപ്പി അടിയും. വെയിറ്റും ഉണ്ട്.
ഇതിപ്പോൾ നമുക്ക് ഇത് ഇപ്പോൾ നുള്ളിക്കളയാവുന്ന അല്ലല്ല ഇത് എങ്ങനെ നുള്ളിക്കളി ഇതിന്റെ വളർച്ചാഘട്ടത്തിലാന്നുള്ളണ്ട് ഇത് ഇറങ്ങുന്ന സമയത്ത് ഇപ്പോൾ നുള്ളാനായിട്ടില്ല വളർച്ചാഘട്ടം ഇത് കഴിഞ്ഞു പോയി. ഇനി അടുത്ത ഒരു ഓണം അടുപ്പിച്ചിട്ടാണ് വളർച്ചാഘട്ടം വരിക. ആ സമയത്താണ് നമ്മള് ഇതാണ് ഇപ്പൊ നമ്മള് 3 ചെയ്തിട്ട് വരുന്നത്. കണ്ടോ 3 ഗ്രാഫ്റ്റിംഗ്. അത് 3 ഗ്രാഫ്റ്റാണ് ഇതാ ഗ്രാഫ്റ്റിലാണ് അല്ലേ? 2 ഇത് 2 ആയിട്ടുണ്ട്. 3 നമ്മൾ പറയുന്നത് ഒരു 4 വർഷം ആകുമ്പോഴത്തേന് 1 കിൻഡലിന്റെ 1.5 കിൻഡൽ കാപ്പിവളം വരും ഒരു ചെടിയും. ഇത് എവിടെ നോക്കിയാൽ നോക്കി നമ്മൾ പറയുന്നത് തെറ്റാണോ ശരിയാണോ നിങ്ങൾ നോക്കൂ. പറയുമ്പോ അത് കള്ളത്തരാണ്, തള്ളിമറിക്കലാണ്. ഇതൊക്കെ കറക്റ്റായിട്ട് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇതൊക്കെ ഈ നോക്കുന്ന ആൾക്കാർക്കായിട്ട് പറഞ്ഞു. നോക്കാതെ ഇത് ബെഡ് ചെയ്തിട്ട് ഞാൻ പോകും, ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ചിലവരത് ചെയ്യില്ലാത്ത ചിലപ്പോൾ പണിക്കാരെ ഏൽപ്പിക്കും. ഓഫീസ് റൂമിലൊക്കെ ഉണ്ട് പിന്നെ മലയാളിമാരുണ്ടാകുക. ഇത് പണിക്കാരനോട് പറഞ്ഞു കൊടുത്താൽ പണിക്കാരൻ ഒരിക്കലും ആത്മാർത്ഥമുള്ള പണിക്കാരനായിരിക്കില്ല. അവർക്ക് എങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ കൂലി കിട്ടണം. അത് നമ്മൾ പറയുന്ന രീതി ചെയ്താണ് ഇതിന്റെ വിജയം. ഇത് കണ്ടോ, ഒരു കളങ്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ എല്ലാരും ഈ കവാത്ത് ചെയ്യൂലേ, കവാത്ത് ചെയ്യുമ്പോ പിന്നെ നമുക്ക് അത്രയും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. നമുക്ക് വരുന്ന കമ്പൊക്കെ നമ്മൾ മുറിച്ച് അപ്പൊ അതിലൊരിക്കലും കാപ്പി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഉള്ള കമ്പിനെ നിലനിർത്തിയിട്ടാണ് ഇങ്ങനെ ഇതാക്കുന്നത്. ഇതിന് കവാത്ത് ഇഷ്ടങ്ങളില്ല. ഇതിനെ നമ്മൾ ഇങ്ങനെ നുള്ളി നാക്കിയിട്ട് ഇതിൽ നിന്ന് പൊട്ടിച്ചനച്ച് കൊണ്ടുവരികയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള വീഡിയോ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. അതിൽ കാപ്പി കൃഷിയുടെ കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ആ ഒരു വീഡിയോയിൽ പറയുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.